കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മാണം ആരംഭിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഗ്രൌണ്ട് വൃത്തിയാക്കലിന്റെ മറവിൽ 10,000-കണക്കിന് രൂപയുടെ മണ്ണ് കടത്തിയതായി കുളത്തൂപ്പുഴ ജനകീയ സമിതി ആരോപിച്ചു. ജനകീയ സമിതി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ ആരോപണം ഉയർന്നത്. 10,000-കണക്കിന് രൂപയുടെ മണ്ണ് ഒരു ദിവസം കൊണ്ട് അടിച്ചു മാറ്റിയതിനെതിരെ ജനകീയ സമിതി പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുകയും ചെയ്തു. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് തീരുമാനിക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ അത് പൊളിച്ചു മാറ്റുന്നതിന് കുളത്തൂപ്പുഴയിലുള്ള ഒരു കക്ഷിക്ക് ടെൻഡർ കൊടുക്കുകയും ഈ ടെൻഡറിന്റെ വെളിച്ചത്തിൽ അത് പൊളിച്ച് മാറ്റി ഏതാണ്ട് 95% പൊളിച്ചുകൊണ്ട് പോവുകയും എന്നാൽ അവസാനം ഫൗണ്ടേഷനിൽ കിടക്കുന്ന കല്ല് എടുക്കാനെന്ന വ്യാജേന JCB-യുമായി ഉള്ളിൽ പ്രവേശിക്കുകയും 40ഓളം ലോഡ് മണ്ണ് പഞ്ചായത്തിന്റെയോ ഒരു നിയമപരമായി താലൂക്കിന്റെയോ പഞ്ചായത്തിന്റെയോ വില്ലേജിന്റെ അനുവാദമില്ലാതെ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. കുളത്തൂപ്പുഴയിലെ UDF നേതാവ് റോയ് ഉമ്മൻ ചെയർമാനായ ജനകീയ സമിതിയാണ് UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നും ജനകീയ സമിതി കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പൊതുകിണറുകളും കുളങ്ങളും വൃത്തിയാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടുന്ന അടിയന്തര നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ സമിതി മുന്നറിയിപ്പ് നൽകി. ജനകീയ സമിതി ജനറൽ കൺവീനർ N. വാസുദേവൻ, കൺവീനർമാരായ B. രാജീവ്, മാധവൻ പിള്ള, B. സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.